അതുപോലെ തന്നെ നയതന്ത്രജ്ഞരുമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് ലക്ഷം കോടികളുടെ നിക്ഷേപമാണ് അവർ കേരളത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. കേരളം നല്ല വ്യവസായ അന്തരീക്ഷമുള്ള നല്ലൊരു നാടാണ് എന്ന് അവരെല്ലാം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്ര കോടിയും ഇവിടെ നിക്ഷേപിക്കാം. ഇവിടെ സുരക്ഷിതമാണ്, വ്യവസായം വളരും, രാജ്യം ഉയരും. കേരളത്തിൻ്റെ താല്പര്യവുമാണത്. ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ, ഒരു നയതന്ത്രജ്ഞൻ, ഭരണാധികാരി, കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഞാൻ നിരീക്ഷിക്കുന്നത് കോൺഗ്രസ് ഈ കേരളത്തിൻ്റെ അഭിവൃദ്ധിയിൽ തൽപരരെയല്ല. കേരളം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് മാറാൻ പാടുണ്ടോ? വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു നാടിൻ്റെ മുഴുവൻ വളർച്ചയെയും നിരാകരിക്കാൻ പാടുണ്ടോ? ഈ കേരളം 3.5 കോടി ജനങ്ങളുടെ ജന്മനാട്, വേണമെങ്കിൽ മലയാളികളുടെ ജന്മനാട് തന്നെ വിളിക്കാം. ആ മലയാളികളുടെ ജന്മനാട് നശിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ? അതല്ലേ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളും ഇവിടെ പരസ്യമായി പ്രകടിപ്പിച്ചത്. തീർച്ചയായും അത് കോൺഗ്രസിൽ തന്നെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ആ അഭിപ്രായങ്ങളെ തള്ളിക്കളയുന്നു. ശശി തരൂർ അദ്ദേഹത്തിന് നിലപാട് പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഉന്നതനായ രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഓരോ ദിവസവും കോൺഗ്രസിൻ്റെ ഈ ചില നേതാക്കന്മാരെ പോലെ അഭിപ്രായം മാറ്റി മാറ്റി പറഞ്ഞു നടക്കുന്ന നേതാവായിരിക്കും. അത് ക്വാളിറ്റിയാണ്. ഒരഭിപ്രായങ്ങൾ പറയുന്നത് വളരെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നതും ചിന്തിക്കുന്നതുമൊക്കെ. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവ് അഭിപ്രായം പറഞ്ഞു, അഭിപ്രായം ശരിയാണെന്ന് അദ്ദേഹം പറയുന്നു. അതിനോട് പൊരുത്തപ്പെട്ടു പോവുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. ഒരു കേരളത്തോട് ഒരു അവഗണനാ മനോഭാവം വെച്ചു പുലർത്തി കേരളത്തെ നിരാകരിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത്. അത് കോൺഗ്രസിൻ്റെ നാശം മാത്രമേ ഉണ്ടാകൂ. കോൺഗ്രസ് അങ്ങനെ നശിക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവിപത്ത്, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ആപത്ത്, അമേരിക്കയിലെ ട്രംപിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുവരവ്, അത് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു നിന്ന് ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, വർഗീയ ഫാസിസ്റ്റുകളെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നശിക്കരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രാഷ്ട്രീയമല്ല, രാജ്യത്തിൻ്റെ താല്പര്യമല്ല കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളൊക്കെ ഒന്ന് വിശദമായി ആലോചിച്ച് ഒരു ശരിയായ നിലപാടിലേക്ക് വരുന്നതാണ് നല്ലത്. അതുപോലെ UDF മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളാണ്, എല്ലാവരും അസംതൃപ്തരാണെന്നാണ് തരൂർ പറയുന്നത്. എങ്ങനെയാണ്? അത് ശരിയായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ്. കാരണം കേരളത്തിലെ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ അവരുടെ തകർച്ചയ്ക്ക് കാരണം.